welcome to Matsion CUSAT CAT previous year solution series real analysis part 3. So CUSAT CATന്റെ 1 month crash course Matsion start ചെയ്തിട്ടുണ്ട് April 15th താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ അനാലിസിസിലെ 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സീക്വൻസ് ആൻഡ് സീരീസ് ടോപ്പിക്കിൽ വരുന്നതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സീരീസ് സിഗ്മ n equal to 1 to infinity n plus 1 x power n by n cube where x greater than 0 is convergent if x greater than 1, divergent if x less than 1. സി ഓപ്ഷൻ പറയുന്നത് convergent if x less than or equal to 1 and divergent if x greater than 1 and convergent if x greater than 1 and divergent if x less than 1 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും 2 ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് D'Alembert റേഷ്യോ ടെസ്റ്റ് ഫോർ പോസിറ്റീവ് ടേം സീരീസ്. സോ ഇവിടെ നോക്കുക, സീരീസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ n+1/n³ എക്സ് പവർ എന്ന് പറയുന്നത് എന്തായാലും പോസിറ്റീവ് ടേംസ് ആയിരിക്കും അല്ലേ. സോ അതൊരു പോസിറ്റീവ് ടേം സീരീസ് ആണെന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും കൂടെ ഉപയോഗിക്കാം. നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ കൂടുതൽ കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ഈ 2 ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ റേഷ്യോ ടെസ്റ്റ് എന്താണ് പറയുന്നത്? സീരീസ് ഒരു പോസിറ്റീവ് ടേം സീരീസ് ആണെങ്കിൽ ലിമിറ്റ് ടെൻഡൻറ്റ് ടു ഇൻഫിനിറ്റി an+1/an equal to l ആൻഡ് l less than 1 ആണെങ്കിൽ കൺവേർജന്റും l greater than 1 ആണെങ്കിൽ ഡൈവേർജന്റും ആണ്. ഓക്കെ, ഇനി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് നമ്മൾ 2 പോസിറ്റീവ് ടേം സീരീസ് an ഉം b n എടുത്തു ആൻഡ് ലിമിറ്റ് ടെൻഡൻറ്റ് ടു ഇൻഫിനിറ്റി an/bn l ആണ്. അതൊരു ഫൈനൈറ്റ് നമ്പർ ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ സീരീസ് an ഉം b n ഉം കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. സോ നമുക്ക് ഈ സീരീസ് നോക്കാം. ഈ സീരീസിന് വേണ്ടിയിട്ട് നമുക്ക് സീരീസിന്റെ nth ടേം an ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? n+1 ടൈംസ് എക്സ് ഡിവൈഡ് ബൈ n³ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഞാൻ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാണ്. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an+1/an അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊരു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an+1 എന്ന് പറയുന്നത് n+1+1 ദാറ്റ് ഈസ് n+2 ടൈംസ് സോറി ദിസ് ഈസ് എക്സ് പവർ n അല്ലെ, എക്സ് പവർ n ആണ്. സോ n+2 ടൈംസ് എക്സ് പവർ n+1 ഡിവൈഡ് ബൈ n+1 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ n+1 എക്സ് പവർ n/n³. അതായത് മൾട്ടിപ്ലിക്കേഷൻ n³ ഡിവൈഡ് ബൈ n+1 ടൈംസ് എക്സ് പവർ n. ഓക്കെ, എക്സ് പവർ n എന്ന് വരും. സോ ഇവിടെ എക്സ് പവർ n ഉം എക്സ് പവർ n+1 കട്ട് ചെയ്ത് പോകും. അതിന് ബാക്കി ഇവിടെ എന്താണ് ഉള്ളത്? ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഞാൻ ഇതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുന്നതാണ്. ബാക്കി ഇവിടെ n³ ഉണ്ട്. സോ ദിസ് വിൽ ബി n⁴ ടൈംസ് 1+2/n വരും അല്ലെ, ഡിവൈഡ് ബൈ ഇവിടുന്ന് ഞാൻ n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ n³, ഇവിടുന്ന് ഞാൻ n ഔട്ട്സൈഡ് എടുത്താൽ n⁴ ടൈംസ് ഇവിടെ എന്ത് വരും? 1+1/n ഹോൾ ക്യൂബ് ഇൻറ്റു 1+1/n എന്ന് വരും. ഓക്കെ, ടൈംസ് എക്സ് എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു n-ഉം n⁴ കട്ട് ചെയ്ത് പോയി. ആൻഡ് ഈ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ചെയ്യുമ്പോൾ ഇത് 2/n 0 ആയി, 1/n 0 ആയി, 1/n 0 ആയി. സോ 1 ഇൻറ്റു എക്സ് ബൈ 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വരും. ഓക്കെ, സോ ബൈ റേഷ്യോ ടെസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? സീരീസ് an കൺവേർജന്റ് ഇഫ് എക്സ് ലെസ് ദാൻ 1. ഓക്കെ, സോ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിലാണ് സീരീസ് കൺവേർജന്റ് ആയിരിക്കുക. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. കൺവേർജന്റ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 തെറ്റാണ് അല്ലെ. കൺവേർജന്റ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളത് തെറ്റാണ്. ഡൈവേർജന്റ് ഇഫ് എക്സ് ലെസ് ദാൻ 1 എന്നുള്ളത് തെറ്റാണ് അല്ലെ, കാരണം എക്സ് ലെസ് ദാൻ 1 ആണ് കൺവേർജന്റ് ആണ് നമുക്ക് കിട്ടി. ഇനി കൺവേർജന്റ് ഇഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. കൺവേർജന്റ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. പക്ഷെ ഇവിടെ എന്താണുള്ളത്? കൺവേർജന്റ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ എക്സ് ഈക്വൽ ടു 1 ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നമുക്ക് ഇപ്പോഴും അറിയില്ല. സോ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ ഇഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഇതിന്റെ ഈ ലിമിറ്റ് an+1/an എന്ന് പറയുന്നത് 1 എന്ന് വരും. സോ നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ഇത് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓക്കെ, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈ സീരീസ് എന്താണ് വരിക? സിഗ്മ n+1 ഡിവൈഡ് ബൈ n³ എന്നാണ് വരിക അല്ലെ. n+1 ഡിവൈഡ് ബൈ
എൻ ക്യൂബ് എന്നാണ് വരിക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സിഗ്മ എങ്ങനെ എഴുതാൻ പറ്റും 1/n² പ്ലസ് 1/n ക്യൂബ് എന്നുള്ള ഫോമിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ് വരിക. സോ ഇനി ഈ സീരീസ് അല്ലെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു, ഇതിൽ n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 + 1/n ഡിവൈഡ് ബൈ n² എന്ന് എഴുതാം അല്ലേ. സോ രണ്ടും ഒരുപോലെയാണ്, n ഔട്ട്സൈഡ് എടുക്കുന്നത്. സോ 1 + 1/n ഡിവൈഡ് ബൈ n² എന്നുള്ള ഫോമിൽ വന്നു. സോ ഇതാണ് എൻ്റെ എന്ത് വരിക an nth ടേം വരിക അല്ലേ. സോ ഞാൻ bn എന്നുള്ള ഒരു സീരീസ് എടുക്കുകയാണ് 1/n². സോ ബൈ റേഷ്യോ ടെസ്റ്റ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an/bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരും, ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇതാ 1 + 1/n/n² ഡിവൈഡ് ബൈ 1/n². സോ n² കട്ട് ചെയ്ത് പോകും. ദിസ് വിൽ ബി 1/1 + n വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 0. ഫൈനൈറ്റ് നമ്പർ കിട്ടി അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, സീരീസ് an ആൻഡ് സീരീസ് bn എന്താണ് ബിഹേവ്സ് അല്ലേക്ക് ഒരേപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക അല്ലേ. സോ ആൻഡ് നമുക്ക് എന്താ അറിയാം, സീരീസ് bn ഈക്വൽ ടു സീരീസ് 1/n² എന്ന് പറയുന്നത് പി സീരീസ് വെച്ച് p > 1 ആണ്, കൺവേർജന്റ് ആണ്. ദെയർഫോർ എന്ത് പറയാൻ പറ്റും, സീരീസ് an കൺവേർജന്റ് ആണ്. ദെയർഫോർ നമ്മുടെ ഈ സീരീസ് ഈസ് കൺവേർജന്റ് ഇഫ് അറ്റ് x is equal to 1. സോ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൊത്തത്തിൽ എന്ത് ചെയ്യും, സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ അവിടെ x ലെസ് ദാൻ ഈക്വൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷേ രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ x > 1 x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അങ്ങനെ x ഈക്വൽ ടു 1 എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് വേറൊരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/√2n² + 1 പ്ലസ് 1/√2n² + 2 പ്ലസ് എക്സെട്ര പ്ലസ് 1/√2n² + n ഈക്വൽ ടു 1/2 1/√2 1 ഇൻഫിനിറ്റി. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്യൂസ് തിയറം ആണ്. സ്ക്യൂസ് തിയറം പറയുന്നത് ലെറ്റ് xn, yn, zn be sequence of real numbers such that xn less than or equal to yn less than or equal to zn for every n, then xn and zn converging to L implies yn converging to L. ഓക്കെ, നമുക്ക് ലിമിറ്റിലുള്ള സ്ക്യൂസ് തിയറം തന്നെയാണ് ഇവിടെയും പറയുന്ന സെയിം കാര്യം. ഓക്കെ, സോ ഈ സ്ക്യൂസ് തിയറം വെച്ച് നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. സോ ഞാൻ ഈ ടേംസിനെ മാത്രം എഴുതുകയാണ്. 1/√2n² + 1 പ്ലസ് 1/√2n² + 2 പ്ലസ് എക്സെട്ര പ്ലസ് 1/√2n² + n എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ഇതിലൊക്കെ ഞാൻ ഈ n² ഔട്ട്സൈഡ് എടുക്കുകയാണ്. n² ഔട്ട്സൈഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 2n² ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പോൾ ഇതെന്ത് വരും, 1/√2n. ഓക്കെ, √2 പുറത്ത് വരും, n² പുറത്ത് വരുമ്പോൾ n വരും അല്ലേ. ഇൻറ്റു എന്ത് വരും, 1 + √1 പ്ലസ് 1/2n² പ്ലസ് 1/√1 പ്ലസ് 2/2n² പ്ലസ് എക്സെട്ര പ്ലസ് 1/√1 പ്ലസ് n/2n² അല്ലെങ്കിൽ 1/2n എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എഴുതുന്നു ഞാൻ, 1/√2n സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 1 to n 1/√1 പ്ലസ് x/2n² എന്ന് എഴുതാലോ. സോ x ഈക്വൽ ടു 1 ആവുമ്പോൾ ഇത് ഇതാവും, x ഈക്വൽ ടു 2 ആവുമ്പോൾ സെക്കൻഡ് ടേം, x ഈക്വൽ ടു n ആവുമ്പോൾ nth ടേം. സോ ഇങ്ങനെയായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സീരീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനി നമ്മൾ ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്യാണ്. ടേം എന്തായിരുന്നു, 1/√1 പ്ലസ് x/2n² ആണ് അല്ലേ. സോ ഇവിടെ x എന്ന് പറയുന്നത് എന്താണ്, x ഈക്വൽ ടു 1 2 3 എക്സെട്ര n വരെ പോകുന്ന എലമെന്റുകളാണ്. സോ ഇതെന്തായാലും x എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും, n ആയിരിക്കും, അല്ലെങ്കിൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ 1/x ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. സോ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√1 പ്ലസ് 1/2n² ആയിരിക്കുമല്ലോ. കാരണം x വലുതാവുന്നതിനനുസരിച്ച് ഈ വാല്യൂ മൊത്തം ഇതിന്റെ വാല്യൂ മൊത്തം ചെറുതായിട്ട് മാറും അല്ലെ, ഈ ടേമിന്റെ വാല്യൂ ചെറുതായിട്ട് മാറും. അതുപോലെ ലെസ് ദാൻ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, 1/√1 പ്ലസ് n/2n² എഴുതാലോ. കാരണം എക്സിന്റെ മാക്സിമം വാല്യൂ n ആണ്. സോ 1 ഈ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അത് ചെറുതായിട്ട് മാറും. ഓക്കെ, സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഇംപ്ലൈസ് 1/√1 പ്ലസ് n/2n² 1/2n എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√1 പ്ലസ് x/2n².
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by root of 1 plus 2 1 by 2n square അല്ലെ. സോ ഇനി നോക്കൂ, ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 1 to n ആണ്. ഓക്കെ, ദിസ് ഇസ് ട്രൂ ഫോർ എവറി എക്സ്. ഓക്കെ, ഇത് എല്ലാ എക്സിനും ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു 1 to n എടുക്കും. എക്സ് 1 ആവുമ്പോൾ ഈ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യും. എക്സ് ഈക്വൽ ടു 2 ആവുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് ഈക്വൽ ടു 3 ആവുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ എക്സ് ഈക്വൽ ടു n ആവുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും അല്ലെ. സോ ഇവിടെ സമ്മ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയും നമ്മൾ അത് എന്ത് ചെയ്യും? സമ്മ് ചെയ്ത് പോയാൽ പോരെ. ഇവിടെ ഓരോന്ന് എല്ലാം ഇതേ ടേമുകൾ അവിടെ ഇവിടെയും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ സമ്മ് ചെയ്ത് പോവാം. അങ്ങനെ സമ്മ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും? n ടൈംസ് ആയിട്ട് മാറും അല്ലെ. n ടൈംസ് ആയിട്ട് മാറും. സോ n by 1 root of 1 plus 2 by n less than or equal to sigma x equal to 1 to n 1 by root of 1 plus x by 2n square less than or equal to n by root of 1 plus 1 by n square എന്ന് വരും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ഇവിടെ വേണ്ടത് this is less than or equal to, നമുക്ക് ബാക്കിയുള്ളത് എന്തായിരുന്നു? 1 by root 2 times n sigma x equal to 1 to n 1 by root of 1 plus x by 2n square അല്ലെ. ഇതിന്റെ ലിമിറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ലെസ് ദാൻ ഈക്വൽ ടു, അപ്പൊ 1 by root 2n മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 by root 2n ടൈംസ് എന്ത് വരും? n into root of 1 plus 1 by 2n square. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 by root 2 times n by root of 1 plus 1 by 2n അല്ലെ. സോ ഇവിടെ n കട്ട് ചെയ്ത് പോകും, ഇവിടെ n കട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. സോ ഈ ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by root 2 times 1 by root of 1 plus 2 by n അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇത് എന്താണ്? 1 by root 2 times n sigma x equal to 1 to n 1 by root of 1 plus x by 2n square അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by root 2 ടൈംസ് എന്നില്ല 1 by root of 1 plus 1 by 2n square എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കാണേണ്ടത് ഈ സെൻട്രൽ പോർഷൻ ഉള്ളത്. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 2 by n 0 ആയിട്ട് മാറും. സോ ദിസ് വിൽ ബി 1 by root 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ മൊത്തം ടേമിനെ ഞാൻ l എന്ന് എഴുതുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 1 plus 1 by 2n square ആണ്. ദിസ് ഇസ് 0. സോ 1 by 1 എന്ന് വരും. 1 by root 2 എന്ന് വരും. ഓക്കെ, സോ 1 by root 2 ലെസ് ദാൻ ഈക്വൽ ടു l ലെസ് ദാൻ ഈക്വൽ ടു 1 by root 2 എന്ന് കിട്ടും. സോ ബൈ സ്ക്യൂസ് തിയറം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലിമിറ്റ് l ഈക്വൽ ടു എന്താന്ന് കിട്ടും? 1 by root 2 ആണെന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ ബി 1 by root 2 ആണ് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മുടെ തേർഡ് ക്വസ്റ്റിനിലേക്ക് നോക്കാം. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by root n 1 by root 1 plus root 3 plus 1 by root 3 plus root 5 plus etc plus 1 by root of 2n minus 1 plus root of 2n plus 1. Okay, equal to 1 by root 2 root 2 plus 1 1 by root 2 plus 1. Okay, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടേം ഉണ്ട് അല്ലെ. ഈ ഒരു ടേം ആണുള്ളത്. എന്താണ്? 1 by root 1 plus root 3 1 by root 3 plus root 5 എക്സെട്ര എന്നുണ്ട് അല്ലെ. സോ ഞാൻ ഇതിലെ ഓരോ ടേമിന്റെയും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കൂ? root 1 മൈനസ് റൂട്ട് 3 ഡിവൈഡ് ബൈ എന്ത് വരും? a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവും അല്ലെ. അതായത് 1 മൈനസ് 3 എന്ന് വരും. ഓക്കെ, പ്ലസ് അടുത്ത എന്ത് വരും? root 3 മൈനസ് റൂട്ട് 5 വരും. root 3 മൈനസ് റൂട്ട് 5 ഡിവൈഡ് ബൈ root 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 3 മൈനസ് 5 പ്ലസ് എക്സെട്ര പ്ലസ് എന്ത് വരും? 1 ബൈ അല്ല റൂട്ട് 2n മൈനസ് 1 മൈനസ് റൂട്ട് 2n പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? 2n മൈനസ് 1 മൈനസ് ഓഫ് 2n പ്ലസ് 1 എന്ന് വരും അല്ലെ. 2n മൈനസ് 1 മൈനസ് ഓഫ് 2n പ്ലസ് 1 എന്ന് വരും. ഓക്കെ, ടൈംസ് എന്ത് ഉണ്ട്? 1 by root n ഉണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 by root n ടൈംസ് ഇതെന്തായിട്ട് മാറും? റൂട്ട് 1 ഇവിടെ നോക്കൂ, ഡിനോമിനേറ്റർ 1 മൈനസ് 3 മൈനസ് 2, ഇവിടെയും മൈനസ് 2 എക്സെട്ര. ഇവിടെ എന്തൊരു 2n കട്ട് ചെയ്തു മൈനസ് 2 അല്ലെ. സോ ഇവിടെ എല്ലാം മൈനസ് 2 ആണ് വരിക. സോ ദിസ് വിൽ ബി 1 മൈനസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 5 പ്ലസ് എക്സെട്ര പ്ലസ് റൂട്ട്
2n minus 1 minus root 2n plus 1 whole divided by minus 2 എന്ന് വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് 1 ബൈ റൂട്ട് n ഇൻറ്റു 2 അല്ലേ, 2 റൂട്ട് n. ഇവിടെ നോക്കുക, മൈനസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 3 കട്ട് ചെയ്ത് പോകും, മൈനസ് റൂട്ട് 5 പ്ലസ് റൂട്ട് 5 കട്ട് ചെയ്ത് പോകും, എക്സെട്ര ഈ ടേം വരെ കട്ട് ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവുക എന്താണ്, 1 മൈനസ് റൂട്ട് ഓഫ് 2n പ്ലസ് 1 എന്ന് വരും. ഓക്കെ, 2n പ്ലസ് 1 ഇതാണ് വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇതിൽ നെഗറ്റീവ് ഞാൻ ഔട്ട്സൈഡ് എടുക്കുകയാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് 2n പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ എന്താണ് 2 റൂട്ട് n എന്ന് വരും. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു, ഇനി ഞാൻ ഇതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും, n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൂട്ട് n ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും, റൂട്ട് n ഇൻറ്റു റൂട്ട് ഓഫ് 2 പ്ലസ് 1 ബൈ n മൈനസ് 1 ബൈ റൂട്ട് n അല്ലെ, മൈനസ് 1 ബൈ റൂട്ട് n ഡിവൈഡ് ബൈ 2 റൂട്ട് n എന്ന് വരും. ഓക്കെ, സോ റൂട്ട് n കട്ട് ചെയ്ത് പോകും. സോ this will be equal to root 2 plus 1. This is equal to root of 2 plus 1 by n minus 1 by root 10 divided by 2 എന്ന് വരും. ഓക്കെ, സോ ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് n tending to infinity, this will be equal to, ഓക്കെ, ഇതിന് ഞാൻ an എന്ന് എഴുതുന്നു. an will be equal to എന്ത് വരും, ഇതിന് ലിമിറ്റ് എടുക്കുന്ന സമയത്ത് 1 ബൈ n, ഇത് 0 ആയിട്ട് പോകും, ഇത് 0 ആയിട്ട് പോകും, ബാക്കി മുകളിൽ റൂട്ട് 2, ന്യൂമറേറ്ററിൽ റൂട്ട് 2, ഡിനോമിനേറ്ററിൽ 2 അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് 2 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 എന്ന് വരും. ഓക്കെ, സോ 1 ബൈ റൂട്ട് 2 ആയിരിക്കും ഇവിടെ ആൻസർ വരിക. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടേംസ് കറക്റ്റ് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഈസി പ്രൊസീജിയർ ആണ്. സോ ഈ ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആൻസറിൽ എത്താൻ വേണ്ടി പറ്റും. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ്. പല എക്സാമുകൾക്കും ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.